മാധ്യമപ്രവർത്തകർ കുറച്ച് ശ്രദ്ധിക്കണം. കുറച്ച് കാരണം എന്താ വെച്ചാല് നമ്മളൊരു പ്രതികരണം ചോദിച്ചാൽ ആ പ്രതികരണത്തിന് അദ്ദേഹത്തിന് രാവിലെ നിങ്ങൾ കണ്ടു, പിന്നെ വീണ്ടും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു വിഷയം ഇതായതുകൊണ്ടാണ് കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോ നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ വിഷയം എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. എന്നും അത് തന്നെ പറഞ്ഞു. ഞാൻ ഇന്നലെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആ കാര്യത്തിൽ എപ്പോഴും അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടിസ്ഥാന പ്രശ്നം എന്താണ്? സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലല്ലോ. നമ്മൾ തന്നെ ഈ പ്രശ്നം ഡൈലൂട്ട് ആക്കാൻ ശ്രമിക്കരുത്. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന്, പൊതുസമൂഹ പ്രതിനിധികളും മാധ്യമങ്ങളും എല്ലാം ഒരുമിച്ച് നിന്ന് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യേണ്ട സമയമാണ്. വെറുതെ നമ്മൾ ഇത് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ആ വിഷയം നമുക്ക് ഇനിയും ചർച്ച ചെയ്യണം. ശക്തമായ നിലപാട് പറയേണ്ടി വരുന്നു. അന്ന് ബി.ജെ.പി. സംസ്ഥാനത്ത് ശക്തമായ നിലപാട് പറയുന്നു, ആഞ്ഞടിക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു, പ്രതിഷേധങ്ങൾ നടത്തുന്നു. അപ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി ഒരു സ്റ്റാറായി ആദ്യം ജയിച്ച അവർ MP പറയുന്നത് അമ്മയുടെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ആ കാര്യം ചെയ്യണം, വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യം ചെയ്യണം. സ്വാഭാവികമായിട്ട് നമ്മൾ തിരിച്ചു ചോദിച്ചു എന്തിനാണെന്ന്. കാരണം അമ്മയുടെ മുഴുവൻ ഭാരവാഹികളെ രാജിവെച്ചു. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ സ്റ്റാൻഡ് അത് വിൻഡിക്കേറ്റ് ചെയ്യല്ല. നമ്മുടെ സ്റ്റാൻഡാണ് ശരിയെന്നുള്ളത്, ബി.ജെ.പി. എടുത്ത നിലപാടാണ് ശരിയെന്നുള്ളതായിരുന്നു ബോധ്യം. പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും ആ കാര്യം? അദ്ദേഹത്തിന് മറുപടിയില്ല. ഞാൻ ചോദിക്കുന്ന മറുപടിയെല്ലാം വാക്കുകളുടെ അല്ലല്ലോ. ഇപ്പൊ ഈ ചലച്ചിത്ര രംഗത്തെ പ്രതിസന്ധിക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഭാരവാഹികൾക്ക് തന്നെ ബോധ്യമായി ശുദ്ധീകരണം ആവശ്യമുണ്ട്. അപ്പൊ അവരെല്ലാം രാജിവെച്ചു. പിന്നെ എന്തിനാണ് നമ്മൾ ആ വിഷയം പറയുന്നത്? അതിന്റെ നടപടി എടുക്കേണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നടപടി എടുക്കേണ്ടവര് പുറത്ത് കയറി ഇരുന്നിട്ട് വെറുതെ പ്രസംഗിച്ചാൽ പോരല്ലോ. നമ്മള് മാധ്യമങ്ങളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും നമ്മളുടെ ഫോക്കസ് എന്താണ്? ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കും, അതിനൊരു നടപടി വേണം. വേറെ എന്നെ ഒന്ന് പറഞ്ഞില്ല. ഇന്നലെ നമ്മളെല്ലാം ഞാൻ പറഞ്ഞല്ലോ. ബാക്കി ഇനി സമയമുണ്ടല്ലോ. നമ്മൾ ഒരു കാര്യം കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം, ആദ്യ ഭാഗം വരാനായിട്ട് ബി.ജെ.പിയുടെ ഭാഗത്ത് നമുക്ക് ഒന്നാമത്തെ ഭാഗമാണോ രണ്ടാമത്തെ നമുക്ക് ആർക്കെങ്കിലും അറിയോ എന്താണ് പറഞ്ഞിരുന്നത്? അത് പറയേണ്ടവര് പറയണ്ടേ. ഇനിയിപ്പോ എനിക്ക് അറിഞ്ഞൂടാ. സിനിമ ഇനിയിപ്പോ വരുമ്പോ നമ്മുടെ ഈ ഉപകരിക്കരുത് എന്നൊക്കെ പറയുന്നില്ല. എന്റെ സിനിമയുടെ ഭാഗമായി ഒരാൾ പീഡിപ്പിക്കപ്പെട്ടില്ല എന്നുള്ള അറിയിപ്പുണ്ടാവും അറിയില്ല. എന്തായാലും ഇതിനെ എന്തിനാണ് ആ നിലയിൽ സുരേഷ് ഗോപി തന്നെ പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഇങ്ങനെ സംശയത്തിന് മുമ്പിൽ ആക്കുന്നത്? തെറ്റ് ചെയ്തവരെ കൊണ്ടൊന്നും പറയാം. സർക്കാരിനോടാണ് നിങ്ങൾ ചോദിക്കുന്നത്.